AC റോഡ് നന്നായി ഓടിക്കാൻ സുഖമുള്ള റോഡാണ്, നന്നായി പണിതിട്ടുണ്ട്. പക്ഷെ അതിന് വന്ന ചിലവ് ഓർക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും മനസ്സൊന്ന് പിടയും. കാരണം ഓരോ കിലോമീറ്ററിനും 30 കോടിയിലേറെ രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. മൊത്തം 750 കോടി. ഓരോ മീറ്റർ പണിയാനും 3 ലക്ഷം രൂപ എന്ന് സാരം. ഏതായാലും ഊരാളുങ്കൽ കമ്പനിയും മുതലാളിയും കോളടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഈ AC റോഡിനെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതി എനിക്കുണ്ട്. റോഡിന് ഇടതുവശത്ത് കള വളർന്നു കിടക്കുന്നത് കാണാമല്ലോ. 1950കളിൽ മണ്ണെടുത്തുണ്ടായ കനാലാണത്. ഇന്നതിന് കനാൽ എന്ന് പറയാനാവില്ല. ഇന്ന് പോളയും മറ്റും ഇടതൂർന്ന് വളർന്ന് തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഉപയോഗശൂന്യമായ തോടും പാടവുമല്ലാത്ത സ്ഥലമാണ്. ഒരു ശാപം പോലെ അത് കിടക്കുന്നു. പെരുന്ന മുതൽ കിഴക്കേ കിടങ്ങറ പാലം വരെയുള്ള ഈ ഭാഗം യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന കനാൽ ആയിരുന്നേയില്ല ഒരിക്കലും. പക്ഷേ അത് പോളകളെല്ലാം നീക്കി ഒരു കനാൽ ആയി പരിരക്ഷിച്ചാൽ വാട്ടർ സ്കൂട്ടർ ഉപയോഗിച്ചുള്ള വാട്ടർ സ്പോർട്സിന് പറ്റിയ സ്ഥലമായി വികസിപ്പിക്കാവുന്നതാണ്. അത് സർക്കാർ ചെയ്യേണ്ട, പകരം ഏതെങ്കിലും സ്വകാര്യ സംരംഭകരെ ഏൽപ്പിച്ച് അത് ഡെവലപ്പ് ചെയ്യുവാൻ അനുമതി കൊടുത്താൽ മതി. അതിലാരും കയറി അധികം ഇടപെടാതിരുന്നാൽ കാര്യം ഭംഗിയായി നടക്കും. AC റോഡിൽ നിന്ന് ഇടത്തോട്ട് മറുകരയിലേക്കുള്ള ചെറു പാലങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മറുകരയിൽ ഉള്ളവർക്ക് അവിടേക്ക് പോകുവാൻ വേണ്ടി നിർമ്മിച്ചവയാണ്. തകൃതിയായി വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്ന് വിചാരിച്ച് വളരെ ഉയർത്തിയാണ് പാലങ്ങൾ പണിതിരിക്കുന്നത്. പക്ഷെ ഒരു ചെറു തോണി പോലും അതിലൂടെ പോകുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും ഉയരത്തിലുള്ള പാലം ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. അതിനാൽ മറുകരയിലേക്ക് പോകുവാൻ റോഡ് നിരപ്പിലുള്ള ഒരല്പം കൂടി വീതിയുള്ള 10-12 അടിയെങ്കിലും വീതിയുള്ള പാലം നിർമ്മിച്ചാൽ അത് അക്കരെയുള്ളവർക്ക് യാത്രയ്ക്ക് ഉപകാരപ്രദമാകും. കാറുകളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുവാൻ എളുപ്പമാകും. അങ്ങനെയുള്ള പാലങ്ങൾ AC റോഡിന് കുറുകെ വന്നാൽ മറുകര കൂടുതൽ ഡെവലപ്പാകാനും കാരണമാകും. പാടശേഖരങ്ങളുടെ അതിർത്തിയിലാണല്ലോ മറുകര സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുറേ കൂടെ വീതിയിൽ നിലം നികത്തുവാൻ അനുവാദം കൊടുത്താൽ വീടുകളില്ലാത്ത കുട്ടനാട്ടുകാർക്ക് AC റോഡിൻ്റെ ഓരം ചേർന്ന് മറുകരയിൽ വീടുകൾ നിർമ്മിക്കുവാനും അവസരമാകും. കിടങ്ങറ ജംഗ്ഷൻ തിരക്കേറിയ ഒരു ജംഗ്ഷനായി മാറിയിട്ടുണ്ട്. വലത്തോട്ട് പോയാൽ വെളിയനാട്, കാവാലം എന്നിവിടങ്ങളിലേക്കും കിഴക്കോട്ട് തുരുത്തിയിലേക്കുമുള്ള റോഡുകളുണ്ട്. അവയൊക്കെ ഇനി കൂടുതൽ തിരക്കുള്ള റോഡുകളാകും. അതിനാൽ ജംഗ്ഷൻ ഒരല്പം കൂടി മെച്ചപ്പെടുത്തി വലത്തോട്ട് പോകുവാനുള്ള വണ്ടികൾക്കുള്ള പ്രത്യേക ലൈൻ മാർക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. അവിടെ സ്ഥിരമായ ഒരു ട്രാഫിക് ലൈറ്റും വെച്ചാൽ തിരക്കേടില്ല. മണിമലയാറിന് കുറുകെയുള്ള കിടങ്ങറ പാലം വളരെ മനോഹരമായി പണിതിട്ടുണ്ട്. ആ പാലത്തിൽ നിന്ന് മുട്ടാർ ഭാഗത്തേക്കുള്ള പാലം ഉള്ളതിനാൽ മുട്ടാർ മുതൽ ചക്കുളത്തുകാവ്, എടത്വാപ്പള്ളി മുതലായ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര സുഗമമായിട്ടുണ്ട്. കിടങ്ങറയിൽ നിന്ന് AC റോഡിന് പാരലലായി പോകുന്ന AC കനാൽ പോളകളെല്ലാം നീക്കി മനോഹരമാക്കിയാൽ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും മറ്റും പോകുവാൻ എളുപ്പമാകും. കൂടാതെ കിടങ്ങറ മുതൽ ഒന്നാംകര വരെയുള്ള ഭാഗം ഉല്ലാസയാത്രയ്ക്കുള്ള ഒരിടമായി ഡെവലപ്പ് ചെയ്യാവുന്നതുമാണ്. കിടങ്ങറ ഒന്നാംകര റൂട്ടിൽ മാത്രം ഓടാനായി മോട്ടോർ ബോട്ടുകളോ ചെറിയ ശിക്കാരി വള്ളങ്ങളോ ഏർപ്പാടാക്കുകയും ചെയ്താൽ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന ടൂറിസ്റ്റുകൾക്ക് നല്ല അട്രാക്ഷനായിരിക്കും. ഇടയ്ക്കുള്ള സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുവാൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടൂർ ഗൈഡുകളെ അതിനായി നിയോഗിക്കുകയും ചെയ്യാം. ചില സീസണിൽ ഈ കനാലിൽ വള്ളംകളി നടത്തുന്നതും ആലോചിക്കാവുന്നതാണ്. ഈ റൂട്ടിൽ ചില നല്ല റെസ്റ്റോറൻറ്റുകൾ ഉള്ളതിനാൽ അവിടൊക്കെ സ്റ്റോപ്പുകൾ ഉണ്ടാക്കുകയും ടൂറിസ്റ്റുകൾക്ക് അവരുടെ ഇറങ്ങി ഭക്ഷണം കഴിക്കുവാൻ സൗകര്യമൊരുക്കുകയും ചെയ്യാവുന്നതാണല്ലോ. ഇങ്ങനെ പല രീതികളിൽ AC റോഡും AC കനാലും ടൂറിസം വികസിപ്പിക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്.